ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കുറേയധികം ഭയങ്കര നല്ല സ്ക്രിപ്റ്റ്സ് ഉണ്ട്. പക്ഷേ അറ്റ് ദ ഫേസ് ഓഫ് ഇറ്റ് എനിക്കറിയാം ഇത് ആ ബഡ്ജറ്റിൽ തീരില്ല എന്ന്. എങ്കിലും ചില കേസസിൽ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ ഇഫ് അറ്റ് ഓൾ ലൈക്ക് ഷുവറായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് ഫിലിം, ഞങ്ങളുടെ ചാനലിൽ ഒരു പൈലോ ക്യാൻ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്. ഒരു മിന്നൽ മുരളിയുടെ വേറൊരു വെർഷൻ. ആരും വിശ്വസിക്കുന്നില്ല അത് 1 lakhൽ തീർത്ത പടമെന്ന് പറഞ്ഞപ്പോൾ. കാരണം എക്സാക്ട്ലി, കാരണം എന്ന് വെച്ചാൽ ആ പയ്യൻ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നു, ഭയങ്കര ബ്രില്യൻ നരേറ്റർ. ഓക്കെ, അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങ് സൂപ്പർ ഇംപ്രസ്ഡ് വിത്ത് ദ വേ നരേറ്റഡ്. പക്ഷേ ടെക്നിക്കലി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഹി വാസ് ലൈക്ക് ലോസ്റ്റ്. ഇതെങ്ങനെ എടുക്കും ഈ സാധനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 15 ദിവസം സമയം തരാം. ഈ 15 ദിവസം കൊണ്ട് ഒരു ടീമിനെ സെറ്റാക്കുക, നിനക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ സെറ്റാക്കുക. വാട്ട് ഹി ഡിഡ് വാസ് ദാറ്റ്, ഇവൻ്റെ കണക്ഷൻസ് എല്ലാം ഉപയോഗിച്ചു ബാംഗ്ലൂരിൽ ഈ വണ്ടർ വുമൻ ഫിലിമൊക്കെ അതിൻ്റെയൊക്കെ പാർട്ട് VFX പാർട്ടായിരുന്ന പിള്ളേരൊക്കെ ഇത് ചെയ്തു. വി ഹാഡ് എ ഗൂഗിൾ മീറ്റ് കോൾ ബ്ലാ ബ്ലാ ബ്ലാ. അവസാനമാണ് ഞാൻ പറഞ്ഞത് ഡൺ, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇവിടെ നമ്മുടെ കുറുപ്പ്, ആ സമയത്ത് കുറുപ്പ് സിനിമയിലൊക്കെ വർക്ക് ചെയ്ത VFX ടീമൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പൈലോ ക്യാനിൽ. ആൻഡ് ദാറ്റ് ഈസ് ഔട്ട്കം, ദാറ്റ് വാസ് എ ടീം വർക്ക്. അതേ സമയത്ത് കാശിറക്കി ചെയ്യാൻ പോകുമായിരുന്നെങ്കിൽ 10-15 ലക്ഷം രൂപയായിരുന്നു അതിന്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ രക്ഷപ്പെടണം. ഇപ്പോൾ വിനേഷിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ഇപ്പോൾ വിനേഷ്, ആനന്ദ്, കൈലാഷ്, മുരളി, കണ്ണൻ നായർ, അവരുടെ ടീമിലുള്ള കുറേ പേരുണ്ട്. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് രക്ഷപ്പെടണം. വി ഹാവ് ടു മേക്ക് ഇറ്റ് ബിഗ് എന്നുള്ളൊരു ഇൻറ്റൻഷനുണ്ട്. ആ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഫോർ ഷുവർ അത് ചെയ്യാൻ പറ്റും. അതല്ല ഞാനൊരു സംഭവമാണ്, ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ള ഇൻഡിവിജ്വൽ ആളുകൾ അവർ പെടും. കാരണം വെച്ചാൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ് വിച്ച് വി വർ ട്രൈങ് ടു ക്രിയേറ്റ് ത്രൂ ദിസ് കോൺടെസ്റ്റ്. 2018 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ബഡ്ജറ്റ് ലാബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റവന്യൂ സോഴ്സ് ആയിട്ട് ആകെ യൂട്യൂബിൽ നിന്ന് തരുന്ന റവന്യൂ മാത്രമല്ലേ ഉള്ളൂ? ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇപ്പോഴും ഈ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റിൽ നിന്ന് എനിക്ക് റവന്യൂ ഒന്നുമില്ല. സോ ദർ ഇസ് നോ മച്ച് മണി വിച്ച് ഐ മേക്ക്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഷോർട്ട് ഫിലിം പ്രൊഡക്ഷൻ കോൺടെസ്റ്റിൽ 3ാമത്തെ സീസൺ മുതലൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ഫീ വെച്ചായിരുന്നു ഒരു 500 രൂപ. അത് എനിക്ക് വെക്കണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2ാമത്തെ സീസണിൽ നമുക്കൊരു സംഭവം ഞാൻ പറയാം. ടോപ്പ് 25 ഒരു പയ്യൻ വന്നു. അപ്പോൾ ഞങ്ങളുടെ കേസ് എന്ന് വെച്ചാൽ ടോപ്പ് 25 വന്നു കഴിയുമ്പോൾ നമ്മൾ അവരെ 1-to-1 മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ 7 സീസണായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഈ പുള്ളിക്കാരൻ നമ്മൾ സ്റ്റാഫ് കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ റെസ്പോൺസ് തരുന്നില്ല. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, പുള്ളിക്കാരൻ ഡ്രോപ്പായി എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞു, സീസണെല്ലാം കഴിഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫിന് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കുക, ബ്രോ ഐ എം സോ സോറി, ഗേൾ ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പായി, ഞാൻ ഡിപ്രഷനിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫ്രീ അല്ലേ, കാശ് മുടക്കില്ലല്ലോ, വെറുതെ അയച്ചു കൊടുക്കുക, കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഊട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു വേണ്ട മോനെ, നിനക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് വേണം. കാരണം എനിത്തിങ് ദാറ്റ് ഈസ് ഫ്രീ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വിഷ്ണുവിന് BMW ഇപ്പോൾ ഗിഫ്റ്റായിട്ട് തരിക. താഴേക്ക് പോകുമ്പോൾ അവിടെ സൈഡിലുള്ള മിറർ പിടിച്ചു. വിഷ്ണു പറയും കുഴപ്പമില്ല, ഗ്യാരേജിൽ കുറച്ചുകൂടെ കിടക്കട്ടെ, പിന്നെ നോക്കാമെന്ന് പറയും. കാരണം വെച്ചാൽ വിഷ്ണുവിൻ്റെ കാശല്ല അത്. അതേ സമയത്ത് സ്വന്തം പൈസ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നോവും. കറക്റ്റ്. സോ സെയിം വേ ഒരു 500 രൂപ രജിസ്ട്രേഷൻ ഫീ വെച്ചതേ അതിന് വേണ്ടിയാണ്. സെയിം കാര്യത്തിന് മാൻ ഞങ്ങൾ അത്ര എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോൾ നമുക്കൊരു ആവറേജ് എല്ലാ സീസണിലും ഒരു 1000-400 സ്റ്റോറീസ് വരാറുണ്ട്. ഒരു ആവറേജ് ആണ്. ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുള്ളത് 2020 കോവിഡിൻ്റെ സമയത്ത് സീസൺ 4 ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുള്ളത്. അതായത് വി ഗോട്ട് അറൌണ്ട് 900 സംതിങ് സ്ക്രിപ്റ്റ്സ് ഓർ ഷോർട്ട് ഫിലിംസ്. 900 സ്ക്രിപ്റ്റ്സ്. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റ്സ് എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സീസൺ 8 നമുക്ക് ഇനിഷ്യലി ഈ പ്രാവശ്യം സീസൺ 8 അഗെയിൻ കുറച്ച് ബെറ്റർ ദാൻ അതർ സീസൺസ് പറയും. ഒരു 1000-600 സ്റ്റോറീസ് ആണ്ട് വന്നു. കാരണം എന്താ വെച്ചാൽ ഈ സ്ഥാനാർത്ഥിയുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു, സിനിമയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഗിവ് ദിസ് ടു എനിവൺ എൽസ് ടു റീഡ്. എനിക്കിരുന്ന് വായിക്കണം. സോ അത് എൻ്റെ പേഴ്സണൽ സെൽഫിഷ് ഇതാണ്. പുതിയ പുതിയ കഥകൾ എന്തെങ്കിലും വരുമ്പോൾ അപ്പോൾ ഞാൻ വായിക്കും. അപ്പോൾ ജെന്യൂൻലി ഇപ്പോൾ എന്തെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് മാറ്റി വയ്ക്കും. അതല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് മൂവ് ഔട്ട് ചെയ്യും. പക്ഷേ ഓപ്പോസിറ്റ് സൈഡിലുള്ള കണ്ടസ്റ്റൻസിന് അതിൻ്റെ സീരിയസ്നെസ് ഇല്ലെങ്കിൽ യു ട്രസ്റ്റ് മീ വിഷ്ണു, അതായത് ഇപ്പോഴും ഫ്രീ ആയിട്ടായിരുന്നെങ്കിൽ എനിക്കൊരു 10,000 കഥകൾ കിട്ടിയാണ്. ഫ്രീ അല്ലേ, ചുമ്മാ കിട്ടാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറ്റവും കൂടി വെക്കും, ഇവർ ഞങ്ങളുടെ കഥ കോപ്പി അടിച്ചു എന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയും, എൻ്റെ പൊന്നു സുഹൃത്തെ, ഈ നിങ്ങൾ കഥ തരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഷോർട്ട് ഫിലിമാണ്. ഓക്കെ, അത് കോപ്പി അടിച്ചിട്ട് ആ ഗതികേടില്ല. 2ാമത്തെ കേസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ്നെസ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. അല്ലാണ്ട് ചുമ്മാ പിള്ളേർ കളിക്കാനാണെങ്കിൽ ഡോണ്ട് കം ടു ദിസ് കോൺടെസ്റ്റ്. ഈ കോൺടെസ്റ്റിൽ വരണ്ട. നിങ്ങൾക്ക് ഇതുണ്ട്. ഇപ്പോൾ ഇത്രയും 21 വിന്നേഴ്സിന് ആരെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും എന്ത് പ്രോസസ്സിലൂടെയാണ് അവർ കടന്നു പോയത്, എന്തൊക്കെയാണ് അവരിന്ന് ഒരു ടേക്ക് അവേ ആയിട്ട് എടുത്തിട്ടുള്ളത്. അവരിൽ ഇപ്പോൾ പലരും സിനിമ ചെയ്തു. ഇപ്പോൾ വിനോദ് ലീല ക്ലാസിക് എക്സാമ്പിൾ. ഈ ഫിലിം, അതായത് വിനോദ് ലീല ചെയ്ത പടത്തിൻ്റെ പേര് പീനാറി എന്നാണ്. ഞങ്ങൾക്ക് ഏകദേശം 17-18 അവാർഡ്സ് കിട്ടിയായിരുന്നു പീനാറിക്ക്. ഇതിനെ പ്രൊഫൈലായിട്ട് കാണിച്ചിട്ടാണ് പ്രൊഡ്യൂസറിൻ്റെ അടുത്തുനിന്ന് മന്ദാകിനിയുടെ ഓക്കെ പറയുന്നത്. അപ്പോൾ ഐ ഫീൽ പ്രൗഡ്, കാരണം നമ്മൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടീം എഫേർട്ട്, ആ ഒരു കളക്ടിവിറ്റി ആൻഡ് ആ ഒരു സീരിയസ്നെസ്,
അതാണ് ഞങ്ങളുടെ ഷോർട്ട് ഫിലിം പ്രൊഡക്ഷനിൽ നിന്ന് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നാളെ അവർ ബഡ്ജറ്റ് ലാബിൽ നിന്ന് ഇറങ്ങുമ്പോൾ സോളിഡായിട്ട് പടം ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണം. ലോകേഷ് കനകരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്തത് കാരണം കൊണ്ട് ചാർട്ടിങ്, മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പടം ചെയ്യുന്നത്, നൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഒറിജിനൽ ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ഇതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഓൾറെഡി അറിഞ്ഞിട്ടാണ് മാനഗരം ചെയ്യുന്നത്. ഇതിൽ കൂടെയൊക്കെ തന്നെ ബഡ്ജറ്റ് ലാബിലെ കണ്ടീഷൻസ് 100%. ദാറ്റ് ഈസ് ലൈക്ക് ഇപ്പോൾ അവർ നമ്മൾ ടോപ്പ് 25 വന്നു കഴിയുമ്പോൾ നമ്മളൊരു മീറ്റ് ചെയ്യും. നമ്മളവരോട് അവരുടെ ബഡ്ജറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയും. ടെക്നീഷ്യൻസ് ആരാ, ആർട്ടിസ്റ്റ് ആരാ, ലൊക്കേഷൻസ് ഏതാണ്, ഇത് ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അപ്പോൾ ഇവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാവം പയ്യൻ കഴിഞ്ഞ മുമ്പത്തെ സീസണാണെന്ന് ഇടുക്കിയിൽ നിന്ന് ഏതാണ്ട് വന്നതാണ്. അപ്പോൾ ഈ പയ്യൻ ബഡ്ജറ്റ് ഇട്ടു. അപ്പോൾ ഇവൻ്റെ കഥയ്ക്കും ബഡ്ജറ്റിനും ഒരു സിങ്കും കിട്ടുന്നില്ല എനിക്ക്. ഞാൻ പറഞ്ഞു, മോനെ ആരാ ഈ ബഡ്ജറ്റ് ഇട്ടെ? ചേട്ടാ ഞങ്ങളുടെ അവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്, ആ ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. എനിക്ക് മനസ്സിലായി വൈപ്പിക്കാനായിട്ടുള്ള പരിപാടിയാണ്. പാവം പയ്യനാണ്. അപ്പോൾ തിങ്സ് ഇവർക്കത് അറിയണം, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബഡ്ജറ്റിംഗ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്താണ് 5 ലക്ഷം രൂപ കളഞ്ഞത്. എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇതിൽ ഏതാണ് ജെന്യൂൻ ഏതാണ് ഫേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. ഇപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എന്നോട് പറഞ്ഞിരുന്ന ബഡ്ജറ്റ് 6000 രൂപയാണ്. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കോർപ്പറേറ്റ് കയ്യിൽ തരുമ്പോൾ 19,000 രൂപയായി. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോയുടെ ആളോട് ചോദിച്ചു, ചേട്ടാ എന്നോട് 6000 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല നിഷാന്തേ, നീ ആ റഷസ് മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നല്ലേ സോർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റുഡിയോയുടെ റെൻ്റ് ഉണ്ടാവില്ലേ, അപ്പോൾ അതും കൂടി കൂട്ടില്ലേ എന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാൽ പിന്നെ എന്നോട് ആദ്യമേ പറയായിരുന്നല്ലോ, നമ്മൾ അത്രയും ക്ലോസ് ആയില്ലല്ലോ അപ്പോൾ എന്ന് പറഞ്ഞു. കറക്റ്റ്, ദാറ്റ് ഇസ് എ ബിസിനസ്. എന്നെ നന്നാക്കാനല്ലോ അങ്ങനെ സ്റ്റുഡിയോ നടത്തുന്നത്. അന്ന് ഞാൻ പഠിച്ച പാഠമായിരുന്നത് ദാറ്റ് യു നോ ഷിറ്റ്. അതായത് ഞാൻ റഷസ് നോക്കി എനിക്ക് വേണ്ട ഷോർട്സ് പിക്ക് ചെയ്തിട്ട് അത് മാത്രം ഇവർക്കൊരു ഹാർഡ് ഡിസ്കിൽ കൊടുക്കുക, എന്നിട്ട് അവരവിടെ ചെയ്തോട്ടിരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് എ ലേണിംഗ് ഫോർ മീ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഒരു ലേണിംഗ് ആയിരുന്നു. ദാറ്റ് യു നോ ഇതിങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ അവരെന്നോട് സംസാരിക്കുമ്പോൾ ബേസിക്കലി ഞാൻ നോക്കുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം സെൻസിബിൾ ആണെങ്കിൽ ഞാൻ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യില്ല. അപ്പോൾ അവർ തരുമ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടും, ഇത് ജെന്യൂൻ ആണോ ഓക്കെ ആണോ. പക്ഷെ ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡൗട്ട് അടിക്കും, ഇത് ചുമ്മാ കൂട്ടിയിട്ടിരിക്കുകയല്ലേ എന്നും പറഞ്ഞ്. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യനിങ് വരിക. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്യും. ദാറ്റ്സ് എ ബേസിക് തിങ്. അപ്പോൾ ആ ഒരു എലിമെൻറ്റ് ഇപ്പോൾ നാളൊരു യങ്സ്റ്റർ ആസ് യു റൈറ്റ്ലി സെഡ് അവർ പുറത്ത് വരുമ്പോൾ ചാർട്ടിങ്, ടൈം മാനേജ്മെൻറ്റ്, എങ്ങനെ ഇതിനെ പ്ലേ അറൗണ്ട് ചെയ്യണം അത് അവർക്ക് അറിയുന്നില്ലെങ്കിൽ ദേ വിൽ റിയലി മിസ് ഇറ്റ്. കാരണം ഇപ്പോഴത്തെ ഇതിൽ ഏറ്റവും വലിയ വിഷ്ണു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആർക്കും ക്ഷമയില്ല. യുനോ, അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ കോൺടെസ്റ്റിൽ വരുന്നവർ രജിസ്റ്റർ ചെയ്യുമല്ലോ, എപ്പോഴാണ് റിസൾട്ട് വരുന്നത്, എപ്പോഴാണ് ഇത്. ഇപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്ത് നീ മാത്രമല്ല, നാട്ടിൽ കുറേ പിള്ളേരുണ്ട് സ്റ്റോറീസ് ഇരുന്ന് വായിക്കണതെല്ലാം. അപ്പോൾ തിങ്സ് ഇവർക്കാർക്കും ക്ഷമയില്ല, പെട്ടെന്ന് വേണമെല്ലാം. ആൻഡ് ഡസൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രോസസ്സുണ്ട്. അത് പഠിപ്പിക്കലാണ് മെയിൻലി ഈ കോൺടെസ്റ്റിൽ നടക്കുന്നത്. കാരണം എന്നെപ്പോലെ വേറൊരുത്തിനാവരുത് എന്നൊരു തോട്ട് പ്രോസസ് എനിക്കുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ബീൻ ഡൂയിങ്. പ്രാക്ടിക്കലി ഇത്രയും സ്ക്രിപ്റ്റ്സ് ഇരുന്ന് വായിക്കുകയാണ്. ഐ ലവ് റീഡിങ് ഇറ്റ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ 8th സീസണിലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഐ റെഡ് ഓൾ ദ സ്ക്രിപ്റ്റ്സ്. അപ്പോൾ എനിക്ക് തന്നെ ഏകദേശം 500 കഥകളായിരുന്നു ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് എനിക്ക് എളുപ്പമാവും, കാരണം ഞാൻ ഓൾറെഡി വായിച്ചതാണ്. അപ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെക്കും ഓരോ സബ്ജക്റ്റ് എന്താണ്, എനിക്ക് അവിടുത്തെ ഹുക്ക് പോയിന്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ എന്ന് വെച്ചാൽ അവർ സിനോപ്സിസ് മാത്രമേ അയക്കുള്ളൂ, ഫുൾ സ്ക്രിപ്റ്റ് അയക്കില്ല. അപ്പോൾ സിനോപ്സിസിൽ ഞാൻ അത്ര കൺവിൻസ്ഡ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിനോട് പറയും ഒന്ന് വിളിച്ച് ഫുൾ സ്ക്രിപ്റ്റ് അയക്കാൻ പറയാമെന്ന് പറയും. അപ്പോൾ എനിക്കത് ഇഷ്ടം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ ഐഡിയാസ് കിട്ടും, കുറേ തോട്ട്സ് കിട്ടും. ആൻഡ് ഇപ്പോൾ ആസ് ഐ ടോൾഡ് യു ലൈക്ക് യുനോ എനിക്ക് യങ് ഏജിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ്. ഇപ്പോൾ എനിക്ക് 2 ആമക്കളാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഐ മേക്ക് ദം ഓൾസോ യുനോ റിവ്യൂ ദീസ് തിങ്സ് ബിക്കോസ് ദേ ഷുഡ് ലേൺ ദസ്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ ഹീസ് വെരി എക്സൈറ്റഡ് വിത്ത് ഫിലിംസ് ആൻഡ് ഓൾ. അദ്ദേഹം കഴിഞ്ഞ കൊല്ലം ഇവിടെ രാജ്ഗിരി സ്കൂളുണ്ട്, അപ്പോൾ അവിടെ അദ്ദേഹം 12th ആയിരുന്ന ആ സമയത്ത് മാർത്തോമ എന്ന സ്കൂളിൽ ഫ്രെസ്കോ എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ട് അവരുടെ. അപ്പോൾ അതിൽ 42 സ്കൂൾസ് ഈ ഷോർട്ട് ഫിലിം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പുള്ളിക്കാരൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു ആൻഡ് ഹി ഗോട്ട് ഫസ്റ്റ്. But what I told him is that don't get excited. Understand the pain you went through. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത്. അതുകൊണ്ട് സിനിമ ഒരു മാജിക് അല്ല. അത് ഞാൻ മക്കളോട് പറഞ്ഞു, മോനെ ഇപ്പോൾ അച്ഛൻ ഈ ഫീൽഡിലാണ്. ഇപ്പോൾ ഇന്നലെ ഭരദ്വാജ് രംഗൻ സാറൊക്കെ വന്നു, ഇവർ ഭയങ്കര എക്സൈറ്റ്, ഫ്രണ്ട്സിന് മുമ്പിൽ ഹീറോസ് ആവുമല്ലോ വിത്ത് മൈ ഡാഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ എത്താൻ അച്ഛൻ്റെ 7 years പോയി. അച്ഛൻ്റെ നല്ല കാലത്ത് അതും കളഞ്ഞ് ഈ പണിക്ക് ഇറങ്ങിയതാണ് അച്ഛൻ. ഇപ്പോൾ അച്ഛൻ എന്താ വെച്ചാൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് മൈ വൈഫ്. ഇപ്പോൾ എൻ്റെ വൈഫിനോട് ഈ ജോലി വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു 1-2 years ആയപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇനി എനിക്ക് തിരിച്ചൊരു ജോലിയിലും കയറാൻ പറ്റില്ല, കാരണം ആരും എടുക്കില്ല. IT ഫീൽഡ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ബി അപ്ഡേറ്റഡ്. ഐ വാസ് ഇൻ സെയിൽസ്. അപ്പോൾ എനിക്ക് ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് എൻ്റെ കമ്പനിയാണ്, ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ പോയി. അപ്പോൾ ദാറ്റ് വേ ഞാൻ എൻ്റെ മക്കളോടും പറയും ദാറ്റ് പ്ലീസ് ഡോണ്ട് സീ സിനിമ ഈസി. സിനിമ അത്ര എളുപ്പമല്ല.
സിനിമ അത്ര എളുപ്പമായിരുന്നെങ്കിൽ എവ്രിബഡി വിൽ ബി എ സ്റ്റീവൻ സ്പിൽബർഗ്, എവ്രിബഡി ക്യാൻ ബി എ രാജ്മൗലി, യുനോ. അപ്പോൾ ദാറ്റ് വേ ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തരുന്നതാണ് കഥകൾ. സത്യം പറഞ്ഞാൽ ചിലതൊക്കെ ഹൊറിബിൾ സ്റ്റോറീസ് കൊണ്ടില്ലെന്നല്ല കേട്ടോ,